യെസ് മക്കളെ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ? അപ്പൊ എല്ലാവരും ക്രിസ്മസ് എക്സാമിന്റെ ഒരുക്കത്തിലൊക്കെയാണെന്ന് മിസ്സിന് അറിയാം. കുറച്ച് പേർക്ക് ടെൻഷനൊക്കെ ഉണ്ടാവും. അപ്പൊ യാതൊരുവിധ ടെൻഷന്റെ ആവശ്യമില്ല. എല്ലാവരും കൂളായിട്ടിരുന്ന് പഠിക്കാം കേട്ടോ. അപ്പൊ മിസ് ഇന്ന് വന്നിരിക്കുന്നത് എന്താണ്? ബേസിക് സയൻസിലെ 6th, അതായത് നിങ്ങളുടെ 6ാം ക്ലാസ്സിലെ 6th ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ടൈനി ചേമ്പേഴ്സ് ഓഫ് ലൈഫ്, അതായത് ജീവന്റെ കുഞ്ഞറകൾ. ഓക്കെ, ആ ഒരു ചാപ്റ്ററിനെ കുറിച്ചിട്ടാണ് ഇന്ന് മിസ് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ഒട്ടും സമയം കളയുന്നില്ല, നേരെ നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് പറഞ്ഞ സെൽസ്, കോശങ്ങളെ കുറിച്ചിട്ടാണ്. അതായത് നമ്മുടെ ശരീരത്തിലൂടെ, അതായത് നിങ്ങളുടെ ശരീരം, അതായത് ഇവിടെ ഇതെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് എന്ത് വെച്ചിട്ടാണ്? സെൽസ് അഥവാ കോശങ്ങൾ വെച്ചിട്ടാണ്. അവർ ബോഡി ഈസ് ബിൽഡ് അപ്പ് ഓഫ് ബേസിക് യൂണിറ്റ്സ് കോൾഡ് സെൽസ്. അതായത് നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്ന അടിസ്ഥാന ഘടകത്തിന് വിളിക്കുന്ന പേരെന്താണ്? കോശങ്ങൾ അല്ലെങ്കിൽ സെൽസ് എന്നാണ്. ഓക്കെ, ജീവനുള്ള എല്ലാ വസ്തുക്കളുടെയും അടിസ്ഥാന ഘടകം എന്താണ്? ഈ സെൽസ് തന്നെയാണ്. ഓക്കെ, അതായത് നമ്മുടെ ബോഡി നിർമ്മിച്ചിരിക്കുന്നത് എന്ത് വെച്ചിട്ടാണ്? ഈ സെൽസ് വെച്ചിട്ടാണ്. അപ്പോൾ ജീവനുള്ള എല്ലാത്തിൻ്റെയും അടിസ്ഥാന ഘടകം കോശങ്ങൾ അഥവാ സെൽസ് ആണ്. ഓക്കെ അല്ലേടാ? സെറ്റ് അല്ലേ? ഇനി നമ്മുടെ സെൽസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മനുഷ്യ ശരീരത്തിൽ കോടിക്കണക്കിന് കോശങ്ങളാണ് ഉള്ളത്. അതായത് മനുഷ്യ ശരീരത്തിൽ, അതായത് നിങ്ങളുടെ ശരീരം ആയിക്കോട്ടെ അല്ലെങ്കിൽ എൻ്റെ ശരീരം ആയിക്കോട്ടെ, അതിനകത്തൊക്കെ എത്രയാണ്? കോടിക്കണക്കിന് മില്യൺസ് ഓഫ് സെൽസ് വെച്ചിട്ടാണ് ഈ ബോഡി അല്ലെങ്കിൽ ഹ്യൂമൻ ബോഡി മേഡപ്പ് ചെയ്തിരിക്കുന്നത്. ഓക്കെ അല്ലേടാ? അപ്പോൾ സെൽസ് എന്ന് പറയുന്നത് എന്താണ്? അടിസ്ഥാന യൂണിറ്റ് ആണ്, അല്ലെങ്കിൽ ബേസിക് യൂണിറ്റ് ആണെന്ന് പറയാം. അതുപോലെ ഹ്യൂമന്റെ കേസ് എടുക്കുകയാണെങ്കിൽ, ഹ്യൂമന്റെ മാത്രമല്ല കേട്ടോ, ആനിമൽസിന്റെ ആയാലും ആരുടെ ആയാലും അവരുടെ ബോഡി നിർമ്മിച്ചിരിക്കുന്നത് എന്ത് വെച്ചിട്ടാണ്? മില്യൺസ് ഓഫ് സെൽസ് വെച്ചിട്ടല്ലേ, എന്താണ്, കോടിക്കണക്കിന് കോശങ്ങൾ വെച്ചിട്ടാണ് അവരുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്നത്. കണ്ടടാ? അതായത് നമ്മുടെ ഇവിടുത്തെ ഒരു പീസില്ലേ, ഇതൊരു ഭാഗത്തൊരു പീസ് എടുത്ത് മൈക്രോസ്കോപ്പിൻ്റെ താഴെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് സെൽസ് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇനി പറയുന്നത് ദർ ആർ മെനി സ്മോൾസ് ആൻഡ് ലാർജ് ഓർഗാനിസം അറൗണ്ട് us, their bodies are also made up of cells. അതായത് മനുഷ്യൻ്റെ മാത്രമല്ല അല്ലെങ്കിൽ ആനിമൽസിൻ്റെ മാത്രമല്ല, എന്താണ്, ഈ ലോകത്ത് അല്ലെങ്കിൽ ഈ ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളുടെയും ശരീരം നിർമ്മിച്ചിരിക്കുന്നത് എന്ത് വെച്ചിട്ടാണ്? സെൽസ് അഥവാ കോശങ്ങൾ വെച്ചിട്ടാണ്. ഓക്കെ, ചെറുതായിക്കോട്ടെ, അതായത് ഈ ഫിഷ് എന്നൊക്കെ പറയുന്നത് കുഞ്ഞിതല്ലേ, അല്ലെങ്കിൽ മണ്ണിര ആയിക്കോട്ടെ, അതായത് എർത്ത് ഫോം, അതൊക്കെ കുഞ്ഞിതല്ലേ. ആരുടെ ആയാലും നമ്മുടെ ഭൂമിയിൽ ജീവനുള്ള എല്ലാത്തിൻ്റെയും, അത് പ്ലാന്റ്സിൻ്റെ ആയിക്കോട്ടെ, ആനിമൽസിൻ്റെ ആയിക്കോട്ടെ, ഫിഷസിൻ്റെ ആയിക്കോട്ടെ, ബേർഡ്സിൻ്റെ ആയിക്കോട്ടെ, ആരുടെ വേണമെങ്കിലും ആയിക്കോട്ടെ, ജീവനുള്ള എല്ലാ വസ്തുക്കളുടെയും എന്താണ് ശരീരം നിർമ്മിച്ചിരിക്കുന്നത് എന്ത് വെച്ചിട്ടാണ്? ഈ കോശങ്ങൾ കൊണ്ടാണ്. ഓക്കെ അല്ലേ? അപ്പോൾ എല്ലാ ജീവജാലങ്ങളുടെയും അടിസ്ഥാന യൂണിറ്റ് എന്ത് പറയാം? നമുക്ക് ഈ കോശങ്ങളാണ് അല്ലെങ്കിൽ സെൽസ് ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, നമ്മുടെ തലയിലൊക്കെ ഉള്ള പെയിൻ ഇല്ലടാ, ആ പെയിൻ്റെ വെച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ബോഡി വരെ നിർമ്മിച്ചിരിക്കുന്നത്, അതിൻ്റെ ശരീരം വരെ നിർമ്മിച്ചിരിക്കുന്നത് എന്ത് വെച്ചിട്ടാണ്? ഈ സെൽസ് അല്ലെങ്കിൽ കോശങ്ങൾ വെച്ചിട്ടാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തെ ജീവനുള്ള എല്ലാത്തിൻ്റെയും അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് എന്താണ്? സെൽസ് അല്ലെങ്കിൽ എന്താണ്? കോശങ്ങളാണെന്ന് പറയാം. അവരുടെയൊക്കെ ബോഡി നിർമ്മിച്ചിരിക്കുന്നത് എന്ത് വെച്ചിട്ടാണ്? ഈ കോശങ്ങൾ വെച്ചിട്ടാണ്, അല്ലെങ്കിൽ ഈ സെൽസ് വെച്ചിട്ടാണ്. ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, എല്ലാവരുടെയും ബോഡി നിർമ്മിച്ചിരിക്കുന്നത് എന്ത് വെച്ചിട്ടാണ്? ഈ സെൽസ് വെച്ചിട്ട് തന്നെയാണ്. ഇനി കോശങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ്. ഇത് ശരിക്കും ഹാൻഡ് ലെൻസ് വെച്ചിട്ട് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ചില ബോക്സിൻ്റെ ഒക്കെ ഒപ്പം ഫ്രീ കിട്ടും, ഹാൻഡ് ലെൻസ് എന്ന് പറയുന്ന സാധനം. അത് വെച്ച് നോക്കിയാലൊന്നും കാണാൻ പറ്റില്ല, കാര്യം വളരെ ചെറുതാണേ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇതിനെ നമുക്ക് കണ്ണുകൊണ്ടും കാണാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ഈ ഹാൻഡ് ലെൻസ് വെച്ചിട്ടൊന്നും കാണാൻ പറ്റില്ല. കാണാൻ പറ്റുന്നത് എന്ത് വെച്ചിട്ടാണ്? അതേടാ ഈ സാധനം ഇല്ലടാ, മൈക്രോസ്കോപ്പ് വെച്ചിട്ടാണ്. ഓക്കെ, നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത അത്ര ചെറിയ വസ്തുക്കളെ വലുതാക്കി കാണാനായിട്ട് സാധിക്കുന്ന ഒരു ഉപകരണമാണ് എന്താ ഈ പറയുന്ന മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. നിങ്ങളുടെയൊക്കെ സ്കൂളിൽ കാണാൻ പറ്റും, സയൻസ് ലാബ് ഉണ്ടെങ്കിൽ അവിടെ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ആണ് നിങ്ങളുടെ സയൻസിൻ്റെ ലാബിൽ ഇരിക്കുന്നത് കേട്ടോ. പലതരത്തിലുള്ള മൈക്രോസ്കോപ്പ് ഉണ്ട്. അതായത് ഇപ്പോൾ ഫോണൊക്കെ എടുക്കുകയാണെങ്കിൽ ഫോൺ തന്നെ പലതരത്തിലില്ല. അതായത് ആപ്പിൾ ഉണ്ട്, സാംസങ് ഉണ്ട്, പിന്നെ എന്താണ്, വിവോ ഉണ്ട്, അങ്ങനെ ഓരോ ടൈപ്പ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മൈക്രോസ്കോപ്പ് എന്താണ്, ഓരോ ഇതനുസരിച്ചും, അതായത് അതിൻ്റെ പവർ അനുസരിച്ച് പലതരത്തിലുള്ള മൈക്രോസ്കോപ്പുകളുണ്ട്. അതിലുപയോഗിക്കുന്ന ലെൻസിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതിനകത്ത് നിങ്ങളുടെ ലാബിലിരിക്കുന്ന കോമ്പൗണ്ട് മൈക്രോസ്കോപ്പാണ്. അപ്പോൾ എന്തിനാണ് മൈക്രോസ്കോപ്പ്? അതായത് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ചെറിയ വസ്തുക്കളെ വലുതാക്കി കാണാനായിട്ട് സഹായിക്കുന്ന ഉപകരണമാണ് എന്ത്? മൈക്രോസ്കോപ്പ്. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കട്ടോ. സാധാരണയായിട്ട് മൈക്രോസ്കോപ്പിനെ കുറിച്ച് ചോദിക്കാറുണ്ട്. ഇനി ഇതിന്റെ ഭാഗങ്ങൾ നോക്കാം കേട്ടോ. കണ്ട, ഇതാണ് മൈക്രോസ്കോപ്പ്. ഇതിന്റെ ഭാഗങ്ങൾ നോക്കി, ഇതിന്റെ തൊട്ട് മുകളിലായിട്ട് ഐ പീസ് വരുന്നുണ്ട്. അതായത് അതിലൂടെയാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ എന്താണ്, ഒബ്ജക്റ്റീവ് ലെൻസ്, താഴെ എന്താണ് ഒബ്ജക്റ്റീവ് ലെൻസ് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ സ്റ്റേജ് ആൻഡ് ക്ലിപ്പ്, അതായത് നമുക്ക് എന്തെങ്കിലും സ്പെസിമെൻസ് എന്താണോ വെച്ച് കാണേണ്ടത് അത് ഈ സ്പെസിമെനിൽ വെച്ചിട്ടാണ്, അല്ലെങ്കിൽ ഈ സ്റ്റേജിൽ വെച്ചിട്ടാണ് ആ സ്പെസിമെൻ വെക്കേണ്ടത് കേട്ടോ. അതായത് ഈ സ്റ്റേജിലാണ് ആ സ്പെസിമെൻ വെക്കേണ്ടത്. ഓക്കെ, അതിനെ ക്ലിപ്പ് ചെയ്യാനായിട്ട്, അതിനെ സപ്പോർട്ട് ചെയ്ത് ഫിറ്റ് ചെയ്ത് വെക്കാനായിട്ട് ക്ലിപ്പുകൾ കാണാൻ സാധിക്കുന്നത്. ഇതാണ് ക്ലിപ്പ്. ഓക്കെ അല്ലേ? ക്ലിപ്പ് അതാണ് കേട്ടോ. ഇനി താഴെ എന്തുണ്ട്? കണ്ടൻസർ ഉണ്ട്. അതായത് ഈ സ്റ്റേജിന് തൊട്ട് താഴെയായിട്ടുള്ളതാണ് കണ്ടൻസർ. തൊട്ട് താഴെ എന്തുണ്ട്? മിറർ ഉണ്ട്. ഈ മിറർ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഇവിടുത്തെ ലൈറ്റ് എന്ത് ചെയ്യുന്നത്? സെറ്റ് ചെയ്യുന്നത്. ഇനി ഇവിടെ 2 നോബുകളുണ്ട് കേട്ടോ. 2 നോബുകൾ, അതായത് ഈ ഐ പീസ് താഴ്ത്താനും ചുരുക്കാനും അതുപോലെ ഈ ലെൻസ് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് നോബുകളുള്ളത്. ഓക്കെ, ഇനി അടുത്തത് ഇതാണ്. മലയാളം മീഡിയം ശ്രദ്ധിച്ചോ. ഏറ്റവും മുകളിൽ കാണുന്ന സാധനത്തിന് എന്ത് വിളിക്കുന്നു? ഐ പീസ് എന്ന് വിളിക്കുന്നു. പിന്നെ ഈ 2 ഭാഗത്തിന് എന്ത് വിളിക്കുന്നു? നോബ് എന്ന് പറയുന്നു. പിന്നെ എന്താണ്? ഒബ്ജക്റ്റീവ് ലെൻസുകൾ കാണാൻ സാധിക്കും. അതുപോലെ ഈ ഒരു ഭാഗത്തിന് നമ്മൾ എന്ത് വിളിക്കുന്നു? സ്റ്റേജ് എന്നാണ് വിളിക്കുന്നത്. അതിന് തൊട്ട് താഴെയായിട്ട് കണ്ടൻസർ ഉണ്ട്, അതിന് തൊട്ട് താഴെയായിട്ട് മിറർ ഉണ്ട്. പിന്നെ ഈ സ്റ്റേജിൽ
ഫിറ്റ് ചെയ്ത് വെക്കാനായിട്ട് എന്തുണ്ട്, ക്ലിപ്പുകളുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. അപ്പോൾ മൈക്രോസ്കോപ്പിൻ്റെ ഭാഗങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ഐ പീസ്, മലയാളം മീഡിയം ആയാലും ഇംഗ്ലീഷ് മീഡിയം ആയാലും സെയിം തന്നെയാണ് പറയുന്നത്. നോബ് വരുന്നുണ്ട്, ക്ലിപ്പ് വരുന്നുണ്ട്, ഒബ്ജക്റ്റീവ് ലെൻസ് വരുന്നുണ്ട്, സ്റ്റേജ് ആൻഡ് കണ്ടൻസർ വരുന്നുണ്ട്, മിറർ വരുന്നുണ്ട്. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? അപ്പോൾ മൈക്രോസ്കോപ്പ് എന്താണ്, ചെറിയ ചെറിയ വസ്തുക്കൾ, അതായത് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത സാധനങ്ങളൊക്കെ വലുതാക്കി കാണാൻ സാധിക്കുന്ന ഉപകരണമാണ് എന്ത്, മൈക്രോസ്കോപ്പ്. ഇതൊക്കെയാണ് മൈക്രോസ്കോപ്പിൻ്റെ എന്ത് ഭാഗങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. ഇനി നമ്മൾ ചീക്ക് സെൽ അണ്ടർ ദ മൈക്രോസ്കോപ്പ്, അതായത് നമ്മുടെ ചീക്ക് സെല്ല്, അതായത് കവിളിലെ സെല്ല് എടുത്ത മൈക്രോസ്കോപ്പിൻ്റെ ഉള്ളിൽ വെച്ചാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. അതായത് ചീക്ക് സെല്ല് അതിന് വേണ്ടിയിട്ടുള്ളൊരു എക്സ്പെരിമെൻ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മിസ് അതേ ഒരു വീഡിയോ കാണിച്ചു തരാം കണ്ടോ. വായിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ചീക്ക് സെല്ല് കളക്ട് ചെയ്യുന്നുണ്ട്. കളക്ട് ചെയ്തിട്ട് എന്താണ്, നേരെ ഈ പറയുന്ന ആ ഒരു സ്ലൈഡിലേക്ക് വെക്കുന്നു. സ്ലൈഡിൽ എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റെയിൻ ഒഴിച്ചിട്ടുണ്ട്. ആ സ്റ്റെയിനിലേക്കാണ് ആ ചീക്ക് സെല്ലിൻ്റെ ഇതിടുന്നത്. എന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ആ സാധനം വായിലിട്ട സാധനം ഡിസ്പോസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം എന്താണ്, ഗ്ലാസ് കണ്ടോ, ഗ്ലാസ് വെച്ചിട്ട് അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അടച്ചു വയ്ക്കുക, അത് തെന്നി നീങ്ങാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ്. ഓക്കെ, അതിനുശേഷം ഇത് എടുത്തിട്ടാണ് മൈക്രോസ്കോപ്പിലെ താഴെ നമ്മൾ നോക്കുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ അതിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഇമേജ് ആണ് കിട്ടുന്നത് കേട്ടോ. ഈ ഒരു ഇമേജ് ആണ് കിട്ടുന്നത്. അതായത് എന്തുണ്ട്, അതൊരു സെല്ലുണ്ട് നമ്മുടെ ഇതിൻ്റെ ഉള്ളിൽ. ആ ചീക്ക് സെല്ലിൽ നിന്നിട്ട്, അതായത് കവിളിലെ ആ ഒരു കോശങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ എന്താണ്, ആ കോശങ്ങളെ നമുക്ക് കാണാൻ സാധിച്ചു. ഈ തൊട്ട് മുകളിലുള്ള, അതായത് ഇതിൻ്റെ ഈ ഔട്ട്ലൈൻ ഇല്ലടാ, ഈ ഔട്ട്ലൈനെ നമ്മൾ വിളിക്കുന്ന പേര് സെൽ മെംബ്രെയിൻ അല്ലെങ്കിൽ കോശസ്തരം എന്നാണ് പറയുന്നത്. പിന്നെ എല്ലാ സെൽസിലും എന്തുണ്ട്, നടുക്കൊരു സെൻറ്റർ ഉണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയസ് എന്ന് പറയുന്നു. ഇനി ഈ ന്യൂക്ലിയസ് അല്ലാതെ ഈ പുറത്ത് ഈ പിങ്ക് കളർ കാണുന്നില്ലേ, ഓക്കെ, അതിനെയാണ് സൈറ്റോപ്ലാസം എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ അതൊരു എക്സ്പെരിമെൻറ്റ് കൊടുത്തതേ ഉള്ളൂ, ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക, എക്സ്പെരിമെൻറ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടത്. നിങ്ങളുടെ സ്കൂളിൽ എന്തായാലും അത് എടുത്ത് കാണിച്ചിട്ടുണ്ടാകും ഇങ്ങനെയൊക്കെയാണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞ് ഇനി അടുത്തത് എന്താണ്, മലയാളം മീഡിയം അങ്ങനെ തന്നെയാണ്. അതായത് നമ്മുടെ ഈ ചീക്ക് സെല്ലിൽ എടുത്ത മൈക്രോസ്കോപ്പിലെ അണ്ടറിൽ, അത് മൈക്രോസ്കോപ്പിൻ്റെ താഴെ വെച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ ഒരു ഫിഗറാണ് വന്നത്. അപ്പോൾ അതിനകത്ത് എന്തൊക്കെയുണ്ട്, കോശസ്തരം, ഈ പുറമെയുള്ള ഈ ഔട്ടർ ലൈൻ എന്ത് വിളിക്കുന്നു, കോശസ്തരം എന്ന് വിളിക്കുന്നു. ഈ നടുക്കുള്ള ഈ റൗണ്ടിനെ നമ്മൾ എന്താണ്, ന്യൂക്ലിയസ് എന്ന് വിളിക്കുന്നു. അതല്ലാതെ ഇവിടെ പിങ്ക് ആയിട്ട് കിടക്കുന്ന ബാക്കിയുള്ള ഭാഗത്തിന് എന്താണ്, കോശദ്രവ്യം അല്ലെങ്കിൽ സൈറ്റോപ്ലാസം എന്നാണ് പറയുന്നത്. ഇതെന്താണ്, ചീക്ക് സെല്ലാണ് അല്ലെങ്കിൽ കവിളിലെ കോശങ്ങൾ മൈക്രോസ്കോപ്പിലൂടെ നോക്കി കണ്ടപ്പോൾ ഉള്ളതാണ് കേട്ടോ. ഇനി അതുപോലെ തന്നെ ഒണിയൻ സെൽ, അതായത് നമ്മുടെ ഈ പറയുന്ന ഉള്ളിയിലെ കോശങ്ങൾ എങ്ങനെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. അതായത് മനുഷ്യരിൽ മാത്രമല്ല, അല്ലെ ജന്തുജാലങ്ങളിൽ മാത്രമല്ല കോശങ്ങളുള്ളത്, എന്തിലുണ്ട്, പ്ലാന്റ്സിലും കോശങ്ങളുണ്ട്. അപ്പം നമ്മുടെ അതിന് വേണ്ടിയിട്ട് നമ്മൾ എക്സാമ്പിളായിട്ട് ഒണിയൻ സെല്ലാണ്, ഒണിയൻ ഇല്ലേടാ ഉള്ളി, അതെടുത്തിട്ടാണ് നമ്മൾ നോക്കുന്നത്. അതും ഇതുപോലെ തന്നെ ലെൻസിന് താഴെ കൂടി നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ ഒരു ഇമേജ് ആണ് കിട്ടിയത്. അപ്പോൾ ഇതിനും എന്തുണ്ട്, ന്യൂക്ലിയസ് ഉണ്ട്. അതുപോലെ തന്നെ എന്തുണ്ട്, ഈ സെൽ മെംബ്രെയിൻ, അതായത് സെൽ മെംബ്രെയിൻ. അതിൻ്റെ ഇപ്പം പ്ലാന്റ്സിന് ഒരു സംഭവം കൂടി എക്സ്ട്രാ ഉണ്ട് കേട്ടോ, സെൽ വാൾ എന്ന് പറയുന്നത്, കോശഭിത്തി എന്നുള്ള ഒരു ഭാഗവും കൂടി എക്സ്ട്രാ വരുന്നുണ്ട്. അതെന്തായാലും നമ്മൾ പഠിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ പറഞ്ഞ ഈ ഒരു ഭാഗത്തിന് നമ്മൾ എന്താ വിളിക്കുന്നത്, സൈറ്റോപ്ലാസം അല്ലെങ്കിൽ കോശദ്രവ്യം എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഇനി ഈ മനുഷ്യനില്ലടാ, ഈ ഫ്രീക്കനായിരിക്കുന്ന ഈ മനുഷ്യൻ, പാവം പോലെ ഇരിക്കുന്ന അയാളുടെ പേരാണ് റോബർട്ട് ഹുക്ക് എന്ന് പറയുന്നത്. ഈ മനുഷ്യനാണ് എന്ത്, നമ്മുടെ ഈ പറഞ്ഞ കോശം കണ്ടെത്തിയത്. അപ്പോൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ, കോശം കണ്ടെത്തിയ സയന്റിസ്റ്റിന്റെ പേരാണ് റോബർട്ട് ഹുക്ക് എന്ന് പറയുന്നത്. പുള്ളിക്കാരൻ ഓക്ക് മരത്തിൽ നിന്നിട്ട് എന്ത് ചെയ്ത്, കോർക്കിന്റെ രൂപത്തിലൊരു ചെറിയൊരു കഷ്ണം മുറിച്ചിട്ട് അത് നേരെ മൈക്രോസ്കോപ്പിലൂടെ നോക്കിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്താണ്, കുഞ്ഞു കുഞ്ഞു അറകൾ കാണാൻ സാധിച്ചു. ഓക്കെ, ധാരാളം ഭാഗങ്ങൾ പുള്ളിക്കാരൻ കണ്ടു, കുറേ അറകളുള്ള ധാരാളം ഭാഗങ്ങളുണ്ട്. അതിനെ പുള്ളിക്കാരൻ എന്താണ്, സെല്ല എന്ന് വിളിച്ചു. അതെന്താണ്, ലാറ്റിൻ പദത്തിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ചെറിയ മുറികൾ എന്നാണ് അതിന്റെ മീൻ വരുന്നത് കേട്ടോ. സ്മോൾ റൂം എന്നാണ് അതിന്റെ മീൻ വരുന്നത്. അങ്ങനെയാണ് എന്ത്, കോശം അല്ലെങ്കിൽ ഈ പറഞ്ഞ സെൽസ് എന്നുള്ളതിലേക്ക് എത്തിയത്. ഓക്കെ, അപ്പോൾ നമ്മുടെ കോശം കണ്ടെത്തിയത് ആരാണ്, റോബർട്ട് ഹുക്ക് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. പുള്ളിക്കാരൻ ഓക്ക എന്ന് പറയുന്ന മരത്തിൽ നിന്ന് കോർക്ക് എന്ത് ചെയ്ത് ഈ പറഞ്ഞ മൈക്രോസ്കോപ്പിലൂടെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരുപാട് മുറി പോലത്തെ, ഒരുപാട് അറകൾ പോലത്തെ ഭാഗങ്ങൾ കാണാൻ സാധിച്ചു. പുള്ളിക്കാരൻ എന്നിട്ട് അതിനെ സെല്ല എന്ന് വിളിച്ചു. സെല്ല എന്ന് വെച്ചാൽ ലാറ്റിൻ പദത്തിൽ ചെറിയ ചെറിയ മുറി എന്നാണ് മീൻ ചെയ്യുന്നത്, സ്മോൾ റൂം എന്നാണ് മീൻ ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്നിട്ടാണ് ഇന്ന് നമ്മൾ സെൽസ് അല്ലെങ്കിൽ കോശങ്ങൾ എന്ന ഇതിലേക്ക് വന്നത് കേട്ടോ. ഓക്കെ, ഇനി യൂണിസെല്ലുലാർ ഓർഗാനിസം അല്ലെങ്കിൽ ഏകകോശ ജീവികൾ എന്താണ്, ആ പേരിൽ തന്നെ ഉണ്ട്. യൂണിസെല്ലുലാർ എന്ന് പറഞ്ഞാൽ ഓർഗാനിസത്തിന് ഒരൊറ്റ സെൽസേ ഉണ്ടാവുള്ളൂ. അതായത് നമ്മുടെ ശരീരത്തിലാണെങ്കിൽ ഒറ്റ സെല്ലാണോ, അതായത് ഇവിടെ നിന്ന് ഒരു പീസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ കുറേ സെൽസ് കാണാൻ സാധിക്കും. പക്ഷേ ചില ഓർഗാനിസത്തിൽ, ചില ജീവികൾക്ക് എന്താണ്, ഒരൊറ്റ സെൽ, അതായത് ഇത്രയുള്ള ഒരൊറ്റ സെൽസുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അങ്ങനെയുള്ള ജീവികളെയാണ് യൂണിസെല്ലുലാർ ഓർഗാനിസം എന്ന് വിളിക്കുന്നത് കേട്ടോ. ദ യൂണിസെല്ലുലാർ ഓർഗാനിസം ദാറ്റ് ഹാവ് ഓൺലി വൺ സെൽ, ഒരൊറ്റ സെല്ലുള്ള ഓർഗാനിസത്തിനെയാണ്, അല്ല ഒരൊറ്റ കോശം മാത്രമുള്ള ജീവികളെയാണ് യൂണിസെല്ലുലാർ ഓർഗാനിസം അല്ലെങ്കിൽ ഏകകോശ ജീവികൾ എന്ന് പറയുന്നത്. ആസ് എ നമ്പർ ഓഫ് സെൽ ഈസ് ലെസ്, അതായത് അവരെ സംബന്ധിച്ച് കോശങ്ങളുടെ എണ്ണം കുറവായതുകൊണ്ട് തന്നെ അവയൊന്നും നമുക്ക് എന്താണ്, നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കില്ല. അതായത് നമ്മുടെ കണ്ണ് വെച്ച് കാണാൻ സാധിക്കില്ല. കാരണം കുറേ കോശങ്ങളുണ്ട്, അല്ലെങ്കിൽ കുറേ സെൽസുകൾ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് പിന്നെയും കാണാൻ പറ്റുള്ളൂ. അതേസമയം ഒരൊറ്റ സെൽസ് ഉള്ള അല്ലെങ്കിൽ ഒറ്റ കോശമുള്ള ജീവജാലങ്ങൾ എന്താണ്, നമുക്ക് കണ്ണ് വെച്ച് കാണാൻ സാധിക്കില്ല. അതിന് എന്ത് വേണം, മൈക്രോസ്കോപ്പിക്ക് തന്നെ വേണം കേട്ടോ. ഓക്കെ, അപ്പോൾ അതിനുള്ള എക്സാമ്പിൾ ആണ് അമീബ, അതുപോലെ പാരമീസിയം, യുഗ്ലീൻ, ഇവയൊക്കെയാണ് യൂണിസെല്ലുലാർ ഓർഗാനിസം അല്ലെങ്കിൽ ഏകകോശ
ഏകകോശജീവികൾക്ക് ഉദാഹരണമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, യൂണിസെല്ലുലാർ ഓർഗാനിസത്തിൻ്റെ ഡെഫിനീഷൻ പഠിക്കാം, അതുപോലെ തന്നെ എന്താണ് എക്സാമ്പിളും പഠിക്കാം. ഓക്കെ, സിമ്പിൾ അല്ലേടാ? അതായത് ഒറ്റ സെല്ലുള്ള ജീവിനെ എന്ത് വിളിക്കുന്നുണ്ട്? യൂണിസെല്ലുലാർ ഓർഗാനിസം അല്ലെങ്കിൽ ഏകകോശ ജീവികളെ വിളിക്കുന്നു. ഉദാഹരണം കേട്ടോ, പാരമീസിയ ഉണ്ട്, യുഗ്ലീനിയ ഉണ്ട്, അമീബ ഉണ്ട് കേട്ടോ. ഇനി അടുത്തത് മൾട്ടി സെല്ലാർ ഓർഗാനിസം. പേരിൽ തന്നെയുണ്ട്, മറ്റേ ആൾക്ക് ഒരൊറ്റ കോശം ഉണ്ട്, ഒരൊറ്റ സെല്ലുള്ളെങ്കിൽ മൾട്ടി സെല്ലാർക്ക് എന്താണ്, ഒന്നിലധികം കോശങ്ങൾ ഉണ്ടാവും, അല്ലെ ഒന്നിലധികം സെൽസുകൾ ഉണ്ടാവും. അത്തരം ജീവികളെയാണ് എന്ത്, മൾട്ടി സെല്ലാർ ഓർഗാനിസം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ എന്താണ് മൾട്ടി സെല്ലാർ ഓർഗാനിസം അല്ലേ? നമുക്ക് ഒരു കോശമാണോ ഉള്ളത്, അല്ല ഒരു സെൽസ് ആണോ ഉള്ളത്? അല്ല, നമുക്ക് ഒന്നിലധികം ഉണ്ട്, കുറേ കോശങ്ങളുണ്ട്. നമുക്ക് എത്രയോ കോടിക്കണക്കിന് അല്ലെ എത്രയോ മില്യൺ ദശലക്ഷക്കണക്കിന് അത്രയും അധികം കോശങ്ങൾ നമ്മുടെ ബോഡിയിലുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് മൾട്ടി സെല്ലാർ ഓർഗാനിസത്തിലാണ് പെടുന്നത്. നമ്മൾ മാത്രമല്ല കേട്ടോ, നമ്മുടെ ചുറ്റുമുള്ളത് നമ്മൾ കണ്ടുകൊണ്ട് കാണാൻ പറ്റുന്ന എല്ലാം എന്ത് തന്നെയാണ്, മൾട്ടി സെല്ലാർ ഓർഗാനിസത്തിലാണ് വരുന്നത്. ഓക്കെ, ഒന്നിലധികം കോശങ്ങൾ കൊണ്ട് ശരീരം നിർമ്മിക്കപ്പെട്ട ജീവികളെയാണ് എന്താ മൾട്ടി സെല്ലുലാർ ഓർഗാനിസം അല്ലെങ്കിൽ മലയാളത്തിൽ ബഹുകോശ ജീവികൾ എന്ന് പറയുന്നത്. ഓക്കെ, ദ ഓർഗാനിസം ബോഡി ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മോർ ദാൻ വൺ സെൽ ഈസ് കോൾഡ് മൾട്ടി സെല്ലുലാർ. ഇനി ധാരാളം കോശങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഈ പറയുന്ന ബഹുകോശ ജീവികൾ അല്ലെങ്കിൽ മൾട്ടി സെല്ലുലാർ ഓർഗാനിസത്തിന് എന്താണ്, നമുക്ക് നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കും, അതായത് നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാനായിട്ട് സാധിക്കും. ഉദാഹരണം എന്താണ്, ലീച്ചി, കുളയട്ട എന്ന് പറയും കേട്ടോ. ഇതൊക്കെ എന്താണ്, മൾട്ടി സെല്ലാർ ഓർഗാനിസം, അതുകൊണ്ടാണ് നമ്മൾ കാണുന്നത്. ഇനി ക്രോക്രോച്ച്, നമ്മുടെ വീട്ടിൽ ഓടി കിടക്കുന്ന പാറ്റ, അതെന്താണ്, മൾട്ടി സെല്ലാർ ഓർഗാനിസം ആണ്. സ്റ്റാർ ഫിഷ് ആയിക്കോട്ടെ, അല്ലെ ഫിഷസ് ആയിക്കോട്ടെ, ഫ്രോഗ്, ഓക്കെ, നമ്മൾ എന്താ തവളാന്ന് വിളിക്കും അല്ലേ? ഓക്കെ, തവളയൊക്കെ എന്താണ്, മൾട്ടി സെല്ലാർ ഓർഗാനിസം ആണ്. അതുപോലെ ഈഗിൾ ആയിക്കോട്ടെ, അത് ഗാർഡൻ ലിസാർഡ് ആയിക്കോട്ടെ, അതുപോലെ എലിഫന്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മളായിക്കോട്ടെ, പൂച്ച ആയിക്കോട്ടെ, പട്ടി ആയിക്കോട്ടെ, അതൊക്കെ എന്താണ്, മൾട്ടി സെല്ലാർ ആയിരിക്കുന്ന ഓർഗാനിസംസ് ആണ്. അവർക്ക് എന്താണ്, ഒന്നിലധികം സെൽസുകൾ അല്ലെങ്കിൽ ഒന്നിലധികം കോശങ്ങൾ കാണാൻ സാധിക്കും. ഇനി ഈ പറയുന്ന മൾട്ടി സെല്ലാർ ഓർഗാനിസത്തിന്റെ പ്രോസസ് ക്യാരിഡ് ഔട്ട് ഇൻ ദ മൾട്ടി സെല്ലാർ ഓർഗാനിസം, അതായത് ബഹുകോശ ജീവികളിൽ നടക്കുന്ന ജീവൽ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ. നമ്മളിൽ നടക്കുന്ന ജീവൽ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എലിഫന്റിൽ നടക്കുന്ന, അല്ലെങ്കിൽ തവളയിൽ നടക്കുന്ന, അല്ലെങ്കിൽ ഫിഷസിൽ നടക്കുന്ന ജീവൽ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റും. എന്താണ്, മൂവ്മെന്റ്, ചലിക്കുന്നുണ്ട്, മിസ്സിനെ ഇപ്പുറത്തേക്ക് ചാടുന്നുണ്ട്, എന്താണ് ഇത്, ഞാൻ മൾട്ടി സെല്ലുലാർ അല്ലേ, അപ്പൊ ഇന്നിൽ എന്താണ്, ഈ ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട്, ചലനം നടക്കുന്നുണ്ട്, ഞാൻ നടക്കുന്നുണ്ട്, ഞാൻ ചാടുന്നുണ്ട്, ഞാൻ കൈ വെച്ച് ഇങ്ങനെ വീശുന്നുണ്ട്, അതൊക്കെ എന്താണ്, മൾട്ടി സെല്ലാർ ഓർഗാനിസത്തിലുള്ള ആ ഒരു എന്താണ് ജീവൽ പ്രവർത്തനമാണ് ചലനം എന്ന് പറയുന്നത്. അടുത്ത ന്യൂട്രീഷൻ, പോഷണം നടക്കും, ദഹനം, നമുക്കൊരു ഡൈജസ്റ്റീവ് സിസ്റ്റം കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ, പോഷണം നടക്കുന്നുണ്ട്. അതുപോലെ റെസ്പിറേഷൻ, ഓക്കെ, റെസ്പിറേഷൻ, നമ്മൾ എന്താണ്, ശ്വസിക്കുന്നുണ്ട് അല്ലേ, നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പുറത്തുനിന്ന് ഓക്സിജൻ എടുക്കുന്നുണ്ട്, പുറത്തേക്ക് നിന്നാണ് കാർബൺ ഡൈ ഓക്സൈഡ് വിടുന്നുണ്ട്, അതെന്താണ്, റെസ്പിറേഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ മെറ്റാബോളിസം, ഉപാപചയ പ്രവർത്തനങ്ങൾ കേട്ടോ, ഉപാപചയ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. എന്താ കാര്യം, മെറ്റാബോളിക് ആക്ടിവിറ്റീസ് നമ്മുടെ ബോഡിയുടെ അകത്ത് ഒരുപാട് പ്രവർത്തനങ്ങൾ, കെമിക്കൽ റിയാക്ഷൻസ് നടത്തുന്നത്, അതിനെയാണ് നമ്മൾ മെറ്റാബോളിസം എന്ന് പറയുന്നത്. ആ മെറ്റാബോളിസം നടക്കുന്നില്ലേ. അതുപോലെ തന്നെ റീപ്രൊഡക്ഷൻ, സന്താനങ്ങൾ ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവുണ്ട്. അതുപോലെ തന്നെ എക്സ്ക്രീഷൻ, വിസർജനം നടത്തുന്നത്, നമ്മുടെ ശരീരത്തിൽ ആവശ്യമില്ലാത്ത വേസ്റ്റുകളൊക്കെ എന്താണ്, റെമനൻസിനെയൊക്കെ നമ്മൾ പുറന്തള്ളുന്നുണ്ട്, അതിനെയാണ് എക്സ്ക്രീഷൻ അല്ലെങ്കിൽ വിസർജനം എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ പറയുന്ന മൾട്ടി സെല്ലുലാർ ഓർഗാനിസത്തിൽ നടക്കുന്ന ജീവൽ പ്രവർത്തനങ്ങൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി യൂണിസെല്ലാർ ഓർഗാനിസത്തിന് മൾട്ടി സെല്ലാർ ഓർഗാനിസത്തിന് ഡിഫറൻസ് ആണ്. ഒന്നാമത് യൂണിസെല്ലാർ ഓർഗാനിസം പേര് പോലെ തന്നെ സിംഗിൾ സെല്ലാണ്. മറ്റേത് എന്താണ്, മേഡപ്പ് ഓഫ് മെനി സെൽസ്, ഒരുപാട് സെൽസുകൾ കൂടിച്ചേർന്നാണ് മൾട്ടി സെല്ലുലാർ ഓർഗാനിസം എന്ന് പറയുന്നത്. ഇനി യൂണിസെല്ലാർ ഓർഗാനിസം എന്ന് വെച്ചാൽ എന്താണ്, അവർക്കിടെ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത് ആരാണ്, സിംഗിൾ സെല്ലാണ്. അല്ലെങ്കിൽ അവർ ഒരൊറ്റ സെല്ലും വെച്ചാണല്ലോ പ്രവർത്തിക്കുന്നത്, ഒരൊറ്റ സെല്ല് തന്നെയാണ് എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത്. അതേസമയം മൾട്ടി സെല്ലുലാർ ഓർഗാനിസം എന്താണ്, ഡിഫറെൻറ്റ് ഫംഗ്ഷൻസ് ആർ പെർഫോംഡ് ബൈ ദ മൾട്ടിപ്പിൾ സെൽസ്, അതായത് ഓരോരോ സെൽസിൻ്റെ ഒരു കൂട്ടുണ്ടാവും, അവരാണ് ഓരോരോ ജോലികൾ, അതായത് ഈ പറയുന്ന ജോലികൾ വിധിച്ചെടുക്കാനായിട്ട് കുറേ സെൽസ് ഉണ്ട്. അപ്പോൾ അവർ ഓരോരുത്തരും ഓരോരോ സെൽസുകളാണ് പല പല ഡിഫറെൻറ്റ് ഫംഗ്ഷൻസ് ഒക്കെ ചെയ്യുന്നത്. ഇനി ദേ ഹാവ് ഇറഗുലർ ഷേപ്പ്, അവർക്ക് പ്രത്യേകിച്ച് ഷേപ്പുകളൊന്നുമില്ല യൂണിസെല്ലാർ ഓർഗാനിസത്തിനെ വെച്ച് നോക്കുമ്പോൾ. പക്ഷേ മൾട്ടി സെല്ലുലാർത്തിന് ദേ ഹാവ് ഡെഫിനിറ്റ് ഷേപ്പ്, അവർക്ക് കറക്റ്റ് ആയിട്ടുള്ള ആകൃതി ഉണ്ട്. ഓൺലി വിസിബിൾ അണ്ടർ ദ മൈക്രോസ്കോപ്പ്, അതായത് മൈക്രോസ്കോപ്പിന് താഴെ കൂടി നോക്കിയാൽ മാത്രമാണ് എന്താ യൂണിസെല്ലാർ അല്ലെങ്കിൽ ഏകകോശ ജീവികളെ കാണാൻ സാധിക്കുകയുള്ളൂ. അതേസമയം മൾട്ടി സെല്ലുലാർ ആണെങ്കിലോ അവർ മോസ്റ്റ് ആർ വിസിബിൾ ഓൺ ദ നേക്കഡ് ഐസ്, നമുക്ക് ഒട്ടുമിക്കതിനെ നമുക്ക് എന്താണ് നമ്മുടെ നേക്കഡ് അല്ലെങ്കിൽ നഗ്ന നേത്രം ഐ വെച്ചിട്ട്, നേക്കഡ് ഐ അല്ലെങ്കിൽ നഗ്ന നേത്രം വെച്ചിട്ട് കാണാനായിട്ട് സാധിക്കും. ഓക്കെ അല്ലേ മക്കളെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഡിഫറൻസ് സാധാരണയായിട്ട് ചോദിക്കാറുണ്ട്, അപ്പോൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ അത് മലയാളം, ഓൾറെഡി ഞാൻ മലയാളം പറഞ്ഞതാണ് കേട്ടോ. ഇനി അടുത്തത് സെൽ ഓർഗനൈസ്, അതായത് മക്കളെ നമ്മുടെ വീട്ടിൽ നമ്മുടെ ഫാമിലി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ എന്താണ് കുറേ അംഗങ്ങളുണ്ട്, അതായത് അച്ഛനുണ്ട്, അമ്മയുണ്ട്, അതുപോലെ ബ്രദർ ഉണ്ട്, സിസ്റ്റർ ഉണ്ട്, ഗ്രാൻഡ് പാരൻസ് ഉണ്ട്, ഇവയെല്ലാം കൂടി ചേർന്നാണ് നമ്മുടെ ഫാമിലി. അതുപോലെ ഒരു സെല്ല് എടുത്തു കഴിഞ്ഞാൽ, ഇത് സെല്ലാണെന്ന് ഇമാജിൻ ചെയ്യുക. ഈ സെല്ല് എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് എന്താണ് കുറേ കോശാംഗങ്ങൾ
അംഗങ്ങളുണ്ട്, അല്ലെങ്കിൽ സെൽ ഓർഗനൽസ് ഉണ്ട്. അതായത് ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നമ്മുടെ സെൽസിനകത്ത് കുറച്ച് മെമ്പേഴ്സ് ഉണ്ട്. അവയെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെൽ ഓർഗനൽസ് അല്ലെങ്കിൽ കോശാംഗങ്ങൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ അല്ലേ? ദേ ആർ സ്പെസിഫിക് മെമ്പർ വിത്തിൻ ദ സെൽ ടു ദ പെർഫോം ഈച്ച് ഫംഗ്ഷൻസ്. അതായത് ദീസ് ആർ കോൾഡ് സെൽ ഓർഗനൽസ് എന്ന് പറയുന്നത്. അതായത് കോശങ്ങളുടെ ഉൾഭാഗത്തായിട്ട് ഓരോരോ ധർമ്മം നിർവഹിക്കാനായിട്ട് പ്രത്യേകം സ്പെസിഫിക് ആയിരിക്കുന്ന മെമ്പേഴ്സ് ഉണ്ട്, പ്രത്യേക അംഗങ്ങളുണ്ട്. ഇവയെ നമ്മൾ എന്ത് വിളിക്കുന്നു? കോശാംഗങ്ങൾ അല്ലെങ്കിൽ സെൽ ഓർഗനൽസ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ അല്ലേടാ? സെറ്റ് അല്ലേ? ഓക്കെ, ഇത് കോശങ്ങളിലുള്ളിലാണ് കാണപ്പെടുന്നത്. എല്ലാ കോശാംഗങ്ങളും എന്താണ്? വ്യത്യസ്തരാണ്. ഇപ്പം നമ്മുടെ അച്ഛനായിക്കോട്ടെ, അമ്മയായിക്കോട്ടെ, അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസ് ആയിക്കോട്ടെ, അവർ ഓരോരുത്തരും ഓരോരോ ഫംഗ്ഷൻസ് അല്ലേ ചെയ്യുന്നത് വീട്ടിൽ. അതുപോലെ തന്നെ നമ്മുടെ കോശാംഗങ്ങൾ അല്ലെങ്കിൽ സെൽസിനുള്ളിലെ സെൽ ഓർഗനൽസ് എന്താണ്? ഓരോരുത്തർക്കും ഓരോരോ ജോലികളാണ്. അവരുടെ ധർമ്മം ആയിക്കോട്ടെ, അവരുടെ ഫംഗ്ഷൻ ആയിക്കോട്ടെ, അതെന്താണ്? വ്യത്യസ്തമാണ് അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആണെന്നാണ് കൊടുത്തിരിക്കുന്നത്. ദെയർ ഫംഗ്ഷൻസ് ആർ ഓൾസോ ഡിഫറെൻറ്റ്. അവരുടെ ഓരോ ധർമ്മവും എന്താണ്? വ്യത്യസ്തമാണ്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അപ്പോൾ അതിനകത്ത് പഠിക്കാനുള്ളത് നോക്കിയ മക്കളെ, ഇതൊരു സെല്ലാണ് കേട്ടോ. അതിന് ഞാൻ വേറെ കളറും വെച്ച് വരച്ചു തരാം. ഓക്കെ, ബ്ലാക്ക് വയ്ക്കാം കേട്ടോ. അതായത് ഇതൊരു സെല്ലാണ്, ഇതാണ് ഒരു സെല്ലെന്ന് പറയുന്നത്. ഈ സെല്ലിൻ്റെ ഈ പുറത്ത് ഞാനിപ്പോൾ ഔട്ടർ ലൈൻ ചെയ്തിട്ടില്ലേ, അതിനെയാണ് നമ്മൾ സെൽ മെംബ്രെയിൻ അഥവാ കോശസ്തരം എന്ന് വിളിക്കുന്നത്. ഇനി മക്കളെ, ഈ സെൽ മെംബ്രെയിനിൽ ഇത് ഇവിടെ റോസ് കളറായിട്ട് കാണുന്നില്ലേ, ആ പ്ലെയിൻ ആയിരിക്കുന്ന ഭാഗം, ഓക്കെ, അതിനെയാണ് സൈറ്റോപ്ലാസം എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ക്ലാസ് ആലോചിക്കാം. നിങ്ങളുടെ ക്ലാസ്സിൽ ഈ പറയുന്ന ബെഞ്ചൊക്കെ മാറ്റിയിട്ട്, അതായത് ബെഞ്ചില്ല, അതായത് ക്ലാസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ സ്റ്റുഡൻസ് ഉണ്ടാവും, ടീച്ചേഴ്സ് ഉണ്ടാവും, നിങ്ങളുടെ ബെഞ്ച് ഉണ്ടാവും, ഡെസ്ക് ഉണ്ടാവും, ബാഗ് ഉണ്ടാവും, കുപ്പി ഉണ്ടാവും. അതുപോലെ ബാഗുകളൊക്കെ കൂടി ചേർന്നാണ് നിങ്ങളുടെ ക്ലാസ് റൂം എന്ന് പറയുന്നത്. ഈ ക്ലാസ് റൂമിൽ ഈ ബെഞ്ച് എടുത്ത് മാറ്റി അല്ലെങ്കിൽ ഡെസ്ക് എടുത്ത് മാറ്റി സ്റ്റുഡൻസിനെയൊക്കെ പുറത്ത് നിർത്തി, അതുപോലെ ബാഗും കൂടെയൊക്കെ പുറത്ത് നിർത്തി ഈ പറയുന്ന ആ ക്ലാസ് കാലിയാക്കി കഴിയുമ്പോൾ ആ ഫ്ലോർ ഉണ്ടാവില്ലേടാ, ആ ഫ്ലോർ, അതേപോലെ തന്നെ നമ്മുടെ സെൽസിനകത്തെ ആ ഒരു ഫ്ലോർ ഇല്ലേ, അതിനെയാണ് സൈറ്റോപ്ലാസം എന്ന് വിളിക്കുന്നത്. അതൊരു ജെല്ലി പോലത്തെ ഒരു ഭാഗമായിരിക്കും. ഓക്കെ, അതായത് ആ പറയുന്ന സെൽ ഓർഗനൽസ് ഒക്കെ ഇരിക്കുന്നത് എവിടെയാണ്? സൈറ്റോപ്ലാസത്തിനുള്ളിലാണ് ഈ പറയുന്ന ഈ സെൽ ഓർഗനൽസ് അല്ലെങ്കിൽ കോശാംഗങ്ങൾ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫ്രീ ആയിട്ടുള്ള ഈ പറയുന്ന പിങ്കിഷ് കളറിൽ കാണിച്ചിരിക്കുന്നത് എല്ലാം എന്താണ്? സൈറ്റോപ്ലാസമാണ്. ഈ സൈറ്റോപ്ലാസത്തിലാണ് ഈ പറയുന്ന സെൽ ഓർഗനൽസ് അഥവാ എന്താ കോശാംഗങ്ങളുള്ളത്. അതായത് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം, മലയാളം മീഡിയം അത് തന്നെയാണ് വിളിക്കുന്നത്. മൈറ്റോകോൺട്രിയ, അതുപോലെ റൈബോസോം, ന്യൂക്ലിയസ്, വാക്യൂൾ, ഇവയൊക്കെയാണ് എന്താ നമ്മുടെ പ്രധാനപ്പെട്ട സെൽ ഓർഗനൽസ് അല്ലെങ്കിൽ കോശാംഗങ്ങൾ എന്ന് വിളിക്കുന്നത്. കണ്ടോ, മലയാളം മീഡിയം അത് തന്നെയാണ്. എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം, മൈറ്റോകോൺട്രിയൻ, അതുപോലെ റൈബോസോം, ന്യൂക്ലിയസ്, ഫേനം, അതൊക്കെയാണ് എന്താ നമ്മുടെ പ്രധാനപ്പെട്ട കോശാംഗങ്ങൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ പ്ലാന്റ്സ്, ഈ മലയാളം മീഡിയം ശ്രദ്ധിക്കുക, ഈ പുറമെയുള്ള ഔട്ടർ ലെയറിനെ കോശസ്തരം എന്നാണ് പറയുന്നത്. ഓൾറെഡി പറഞ്ഞതാണ്. ഈ പിങ്ക് കളർ ഇരിക്കുന്ന ആ ഭാഗമില്ല, ജെല്ലി പോലത്തെ ഭാഗം, അതിനെ സൈറ്റോപ്ലാസം എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത്, മലയാളത്തിൽ കോശദ്രവ്യം എന്നാണ് പറയുന്നത്. ഓക്കെ അല്ലാതെ ഇനി ജന്തുകോശങ്ങളിലെ വിവിധ ഭാഗങ്ങൾ, അതായത് നമ്മളിപ്പോൾ ജന്തുക്കളുടെ കോശം അല്ലെങ്കിൽ ഈ പറഞ്ഞ ആനിമൽ സെൽസ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ കാണാം? കോശദ്രവ്യം കാണാം, അതുപോലെ തന്നെ എന്ത് കാണാം? 1 മിനിറ്റ് കളർ മാറ്റാം കേട്ടോ. കോശദ്രവ്യം കാണാം, അതുപോലെ കോശസ്തരം കാണാം. അതായത് കോശസ്തരം എന്ന് വെച്ചാൽ സെൽ മെംബ്രെയിൻ കാണാം, മൈറ്റോകോൺട്രിയ കാണാം, എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം കാണാം, റൈബോസോം കാണാം, ന്യൂക്ലിയസ് കാണാം, ഫേനം, വാക്യൂൾ കാണാം. ഇത്രയും കാര്യങ്ങളാണ് ആനിമൽ സെൽസിലുള്ളത്. പ്ലാന്റ് സെല്ലിലും ഇതുണ്ടാവും കേട്ടോ. ആനിമൽ സെൽസിൽ മാത്രമല്ല, പ്ലാന്റ് സെല്ലിലും ഇത്രയും സാധനങ്ങൾ ഉണ്ടാവും. പക്ഷേ പ്ലാന്റ് സെല്ലിൽ 2 പേര് കൂടുതലായിരിക്കും. ഒന്ന് സെൽ വാൾ, കോശഭിത്തി എന്ന് മലയാളത്തിൽ വിളിക്കും. അതുപോലെ തന്നെ പ്ലാസ്റ്റിഡ് അല്ലെങ്കിൽ ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്ന ഒരു ഭാഗം കേട്ടോ. ക്ലോറോപ്ലാസ്റ്റ് അല്ലെങ്കിൽ പ്ലാസ്റ്റിഡ്, ക്ലോറോപ്ലാസ്റ്റ് എന്നാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്ന ഭാഗം എക്സ്ട്രാ ആയിട്ട് പ്ലാന്റ് സെല്ലിൽ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഓരോരോ കോശാംഗങ്ങളുടെ ജോലികളെ കുറിച്ചിട്ടുണ്ട്. അല്ല, ഓരോരോ സെൽ ഓർഗൻസിൻ്റെ ഫംഗ്ഷൻസ് എന്താണെന്ന് നോക്കാം. നമ്മുടെ വീട്ടിൽ ഇപ്പോൾ അച്ഛനുണ്ട്, അമ്മയുണ്ട്, പാരൻസ് ഉണ്ട്, ബ്രദർ ഉണ്ട്, സിസ്റ്റർ ഉണ്ട്, അവർക്കൊക്കെ ഓരോരോ ജോലികളാണല്ലോ. അതുപോലെ നമ്മുടെ കോശത്തിനുള്ളിൽ അംഗങ്ങളായ അല്ലെങ്കിൽ സെൽസിനുള്ളിലെ ഓർഗനൽസ് ആയ സെൽ ഓർഗനൽസിലും ഇതുപോലെ തന്നെ പലതരത്തിലുള്ള ധർമ്മങ്ങൾ അല്ലെങ്കിൽ ഫംഗ്ഷൻസ് ഉണ്ട്. അപ്പോൾ സെൽ മെംബ്രെയിൻ, അതായത് ഏറ്റവും പുറമെയുള്ള ഭാഗം അല്ലെങ്കിൽ കോശസ്തരം, ഇത് എന്ത് ചെയ്യുന്നുണ്ട്? കവർ ദ സെൽ, അതായത് കോശത്തിനെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നുണ്ട് അല്ലെങ്കിൽ കവർ ചെയ്യുന്നുണ്ട്. അതാണ് സെൽ മെംബ്രെയിൻ ചെയ്യുന്നത്. ഇനി സൈറ്റോപ്ലാസം എന്ത് ചെയ്യുന്നത്? ഹോൾഡ് ദ സെൽ പാർട്സ് ഇൻസൈഡ് ദ സെൽ എക്സെപ്റ്റ് ന്യൂക്ലിയസ്, അതായത് ന്യൂക്ലിയസ് ഒഴികെയുള്ള ഭാഗം, ആ മൊത്തത്തിലിരിക്കുന്ന ഭാഗത്തിനാണ് സൈറ്റോപ്ലാസം അഥവാ കോശദ്രവ്യം എന്ന് പറയുന്നത്. ന്യൂക്ലിയസ് ഒഴികെയുള്ള കോശങ്ങളെ കോശത്തിനുള്ളിൽ നിലനിർത്തുന്ന ആരാണ്? ഈ കോശദ്രവ്യം അല്ലെങ്കിൽ സൈറ്റോപ്ലാസം ആകുന്നു. ഇനി ന്യൂക്ലിയസ്, അതായത് നമ്മുടെ വീട്ടിൽ ഇതൊക്കെ വീടിൻ്റെ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ ഒരാളുണ്ടാവില്ല. ചിലപ്പോൾ അച്ഛനായിരിക്കാം, ചിലപ്പോൾ അമ്മയായിരിക്കാം. ഓക്കെ, അപ്പോൾ അതുപോലെ നമ്മുടെ സെൽസിലെ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്ന കാര്യസ്ഥനാണ് ആര്? നമ്മുടെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. അപ്പോൾ കൺട്രോൾ ദ സെല്ലുലർ ആക്ടിവിറ്റി, നമ്മുടെ ആ സെൽസിനകത്ത് എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്ന സെല്ലുലർ ആക്ടിവിറ്റി അല്ലെങ്കിൽ കോശ പ്രവർത്തനങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്നത് ആരാണ്? ന്യൂക്ലിയസ് ആണ്. ഇനി വാക്യൂൾ അഥവാ ഫേനം, അതെന്ത് ചെയ്യുന്നുണ്ട്? ഈ പറഞ്ഞ സെൽസിനകത്തുള്ള വാട്ടറിനെയും അതുപോലെ സോൾട്ടിനെയും എക്സ്ക്രീറ്ററി പ്രോഡക്റ്റ്, അതായത് ഈ പറയുന്ന വിസർജ്യ വസ്തുക്കളെയൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ആരാണ്? വാക്യൂൾ അഥവാ ഫേനമാണ്. ഓക്കെ, അപ്പോൾ ഈ വാക്യൂൾ അല്ലെ ഫേനം
ഫേനത്തിന്റെ ജോലി എന്താ? ടപ്പിയായിട്ട്, അതായത് ഒരു പാത്രമായിട്ട് ആലോചിച്ചാൽ മതി. വാക്യൂൾ എന്ത് ചെയ്യുന്നുണ്ട്? ആ പറയുന്ന സെൽസിനകത്തെ വാട്ടറിനെ സ്റ്റോർ ചെയ്യുന്നുണ്ട്, സാൾട്ട് ലവണങ്ങളെ സ്റ്റോർ ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ സെൽസിൽ ഒരുപാട് വേസ്റ്റുകളൊക്കെ ഉണ്ടാവില്ല, ആ വേസ്റ്റുകളൊക്കെ സ്റ്റോർ ചെയ്യുന്നത് ആരാണ്? നമ്മുടെ വാക്യൂൾസ് അഥവാ ഫേനമാണ്. ഇനി റൈബോസോം എന്ന് പറയുന്ന സെൽ ഓർഗനൽ എന്താ ചെയ്യുന്നത്? പ്രോട്ടീൻ സിന്തസിസ് ചെയ്യുന്നുണ്ട്. സിന്തസൈസ് എന്ന് വെച്ചാൽ മീനിങ് എന്താ? നിർമ്മിക്കുക കേട്ടോ. പ്രോട്ടീൻ നിർമ്മിക്കുക, സെൽസിനകത്ത് പ്രോട്ടീൻ നിർമ്മിക്കുന്ന ആളാണ് എന്താ? റൈബോസോം എന്ന് പറയുന്ന സെൽ ഓർഗനൽ ചെയ്യുന്നത്. ഇനി എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം അതെന്താ ചെയ്യുന്നത്? ആക്ട് ആസ് എ ഇൻട്രാസെല്ലുലാർ പാത്വേ, അതായത് ഒരു സഞ്ചാര പാതയായിട്ട് വർക്ക് ചെയ്യാണ് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം. എന്ത് ചെയ്യുന്നുണ്ട്? കോശത്തിനുള്ളിലേക്കുള്ള സഞ്ചാര പാത അല്ലെ സംവഹന പാതയായിട്ടാണ് ആര് ആക്ട് ചെയ്യുന്നത്? നമ്മുടെ എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം ആക്ട് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഇനി മൈറ്റോകോൺട്രിയ, സിന്തസിസ് എനർജി. സിന്തസിസ് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു നിർമ്മിക്കുക, കോശത്തിനുള്ളിലെ എനർജി, ഊർജ്ജം നിർമ്മിക്കുന്നത് ആരാണ്? മൈറ്റോകോൺട്രിയ ആണ്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് സെൽ ഓർഗനൽസിനെ കുറിച്ച് പഠിക്കാനുള്ളത്. അപ്പോൾ എൻ്റെ കുഞ്ഞുമക്കളെ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഇത് ഒരിക്കലും വിട്ട് കളയരുത്. ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം, ഷുവർ ആയിട്ടും ചോദിച്ചിരിക്കും. അപ്പോൾ മിസ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. ഇനി അടുത്തത് മലയാളം മീഡിയം ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ്, ഞാൻ മലയാളത്തിലും എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. ഇനി പ്ലാന്റ് സെല്ല്, നമ്മളിപ്പോൾ ആനിമൽ സെൽസിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. അതുപോലെ തന്നെ പ്ലാന്റ്സിനും സെല്ലുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, ജീവനുള്ള എല്ലാ വസ്തുക്കൾക്കും, അതായത് പ്ലാന്റ്സിന് ജീവനുണ്ടല്ലോ. അപ്പോൾ ജീവനുള്ള എല്ലാത്തിലും എന്തുണ്ട്? ഈ കോശങ്ങൾ വെച്ചിട്ടാണ്, അല്ലെങ്കിൽ സെൽസ് വെച്ചിട്ടാണ് അവർ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ പ്ലാന്റ്സിനും എന്തുണ്ട്? സെൽസ് ഉണ്ട്. അപ്പോൾ പ്ലാന്റ്സിന് ഈ പറയുന്ന എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം ഉണ്ട്, റൈബോസോം ഉണ്ട്, അതുപോലെ തന്നെ വാക്യൂൾ ഉണ്ട്, പിന്നെ എന്താണ് ഈ പറയുന്ന സെൽ മെംബ്രെയിൻ ഉണ്ട്, അതുപോലെ സൈറ്റോപ്ലാസം, കോശദ്രവ്യം എല്ലാം ഉണ്ട്. പക്ഷേ ഇവർക്ക് എക്സ്ട്രാ 2 പേരുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, കണ്ട സെൽ വാൾ, അതായത് ഈ പറയുന്ന സെൽ മെംബ്രെയിനെ പുറത്തേക്ക് കൂടി ഒരു ഔട്ടർ ലെയറും കൂടി വരുന്നുണ്ട്. അതായത് അവർക്ക് സെൽ മെംബ്രെയിൻ അല്ലെങ്കിൽ കോശ സ്ഥലത്തിന് പുറത്തേക്ക് കൂടി എന്താണ് അവർ ഒന്നും കൂടി കവർ ചെയ്യുന്നുണ്ട്. ആ ഭാഗത്തിന് വിളിക്കുന്ന പേരാണ് എന്ത്? സെൽവാൾ അഥവാ കോശഭിത്തി എന്ന് വിളിക്കുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ വീട്ടിൽ വീടുണ്ട്, അപ്പോൾ കുറച്ചുകൂടി പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് എന്താണ് മതിൽ കിട്ടുന്നില്ലേടാ, അതുപോലെ തന്നെ നമ്മുടെ പ്ലാന്റ്സിൽ എന്താണ് ഒരു മതിലും കൂടി ഉണ്ട്, സെൽ മെംബ്രെയിന് പുറത്തായിട്ട് ഒരു മതിലും കൂടി കാണാൻ സാധിക്കും. അതിനെയാണ് കോശഭിത്തി അഥവാ സെൽവാൾ എന്ന് പറയുന്നത്. പിന്നെ വേറൊരാളാണ് ക്ലോറോപ്ലാസ്റ്റ്. ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്ന ഒരു സെൽ ഓർഗനൽ അല്ലെങ്കിൽ കോശാംഗങ്ങളുണ്ട്, ക്ലോറോപ്ലാസ്റ്റ് എന്ന് തന്നെയാണ് മലയാളത്തിൽ പറയുന്നത്. പിന്നെ വേറൊരു വ്യത്യാസം എന്ന് വെച്ചാൽ നമ്മുടെ ആനിമൽ സെൽസിനേക്കാളും വലിയ വാക്യൂൾ, കണ്ട ഈ ഫേനം, ഇതാണ് വാക്യൂൾ എന്ന് പറയുന്നത്. ഈ ഫേനത്തിൽ നമ്മുടെ ആനിമൽ സെൽസിനേക്കാളും വലുതായിരിക്കും നമ്മുടെ ഈ പറയുന്ന പ്ലാന്റ് സെല്ലിലെ വാക്യൂളിൻ്റെ അളവെന്ന് പറയുന്നത്. ഞാൻ കാണിച്ചു തരാം. ഓക്കെ, കണ്ടോ ഇതിനകത്ത് വാക്യൂളിൻ്റെ സൈസ് ഒക്കെ ആനിമൽ സെൽസിലെ വാക്യൂൾ ഇത്രയേ ഉള്ളൂ. പക്ഷേ പ്ലാന്റ് സെൽ അല്ലെങ്കിൽ സസ്യകോശങ്ങളിലെ വാക്യൂളിൽ വന്നപ്പോൾ എന്താണ് ഇത്രയും വന്നു, ഇത്രയും വന്നു. അപ്പോൾ വലുതാണ്. സസ്യകോശങ്ങളിൽ അല്ലെങ്കിൽ പ്ലാന്റ് സെല്ലിൽ എന്താണ് വാക്യൂളിൻ്റെ അളവ് അല്ലെങ്കിൽ ഈ ഫേനത്തിൻ്റെ വലിപ്പം വലുതായിരിക്കും. ഓക്കെ, പ്ലാന്റ്സിന് ഭയങ്കര കൂടുതലായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് വ്യത്യാസം എന്ന് പറയുന്നത്. പ്ലാന്റ് സെല്ലിലും ആനിമൽ സെല്ലിലും സെൽ ഓർഗനൽസ് ആയിക്കോട്ടെ, കോശാംഗങ്ങളായിക്കോട്ടെ, എല്ലാം ഒരുപോലെയാണ്. പക്ഷേ പ്ലാന്റ് സെല്ലിൽ എന്താണ് 2 പേര് എക്സ്ട്രാ വരുന്നുണ്ട്. ഒന്ന് സെൽവാൾ, അതായത് അവർക്ക് കുറച്ചും കൂടി പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്. അവരുടെ പുറത്തുള്ള അഭിത്തിനെ വിളിക്കുന്ന പേരാണ് സെൽവാൾ അഥവാ കോശഭിത്തി എന്ന് പറയുന്നത്. പിന്നെ ക്ലോറോപ്ലാസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഫോട്ടോസിന്തസിസിന് അല്ലെങ്കിൽ നമ്മുടെ സസ്യങ്ങളുടെ പ്രകാശ സംശ്ലേഷണം, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. നമ്മുടെ ഈ പറയുന്ന പ്ലാന്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്? സ്വന്തമായിട്ടാണ് ഫുഡ് ഉണ്ടാക്കുന്നത്. ആ ഫുഡ് ഉണ്ടാക്കുന്ന പ്രോസസ്സിനെയാണ് പ്രകാശ സംശ്ലേഷണം അഥവാ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. അതിനെ സഹായിക്കാനുള്ളതാണ് ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്ന ഭാഗം കേട്ടോ. പിന്നെ അതുപോലെ പ്ലാന്റ് സെല്ലിൽ വാക്യൂളിൻ്റെ അല്ലെങ്കിൽ ഫേനത്തിൻ്റെ വലിപ്പം എന്തായിരിക്കും? വലുതായിരിക്കും. അതാണ് മെയിൻ ഡിഫറൻസ് കേട്ടോ. അപ്പോൾ അതേ കൊടുത്തിട്ടുണ്ട്. സെൽവാൾ അഥവാ കോശഭിത്തി നമ്മുടെ സസ്യ കോശത്തിലെ അല്ലെങ്കിൽ പ്ലാന്റ് സെല്ലിലെ ഒരു ഭാഗമാണ് സെൽവാൾ. കോശത്തെ സംരക്ഷിക്കുന്നു. അതായത് ഓൾറെഡി നമ്മുടെ സെൽ മെംബ്രെയിൻ ഉണ്ട്, അതിന് പുറത്തേക്കും കൂടി വന്നിരിക്കുന്ന ഒരു കവറിംഗ് ആണ് സെൽവാൾ എന്ന് പറയുന്നത്. അതായത് സെൽസിന് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ക്ലോറോപ്ലാസ്റ്റ് ഹെൽപ്പ് ഇൻ ദ ഫോട്ടോസിന്തസിസ്, പ്രകാശ സംശ്ലേഷണത്തിന് സഹായിക്കുന്നത് ആരാണ്? ക്ലോറോപ്ലാസ്റ്റ്. മക്കളെ ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കട്ടോ. സാധാരണയായിട്ട് ചോദിക്കാറുണ്ട്, പ്ലാന്റ് സെല്ലിനെ ആനിമൽ സെല്ലിന് ഡിഫറൻസ് ആയിട്ട് ചിലപ്പോൾ ചോദിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി? സെൽവാളും ക്ലോറോപ്ലാസ്റ്റും എന്താണ് പ്ലാന്റ് സെല്ലിൽ കൂടുതലാണ്, ഇത് ആനിമൽ സെല്ലിൽ ഇല്ല. ജന്തുകോശങ്ങളിൽ സെൽവാൾ അതായത് കോശഭിത്തി ഇല്ല അല്ലെങ്കിൽ ക്ലോറോപ്ലാസ്റ്റ് ഇല്ല. ഓക്കെ, ഇനി ചിലപ്പോൾ ചോദിക്കാം പ്ലാന്റ് സെല്ലിലെ സെൽവാളിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ധർമ്മം എന്താണ്? കോശഭിത്തിയുടെ എന്താണ്? പ്രൊട്ടക്ഷനാണ്, കോശത്തെ സംരക്ഷിക്കുന്നത്. ഇനി ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഫംഗ്ഷൻ ധർമ്മം എന്താണെന്ന് ചോദിക്കുക. അപ്പോൾ എന്ത് എഴുതാം? ഫോട്ടോസിന്തസിസിന് സഹായിക്കുന്നു അല്ലെങ്കിൽ എന്താണ്? പ്രകാശ സംശ്ലേഷണത്തിന് സഹായിക്കുന്നു എന്ന് പറഞ്ഞ് എഴുതാം. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഫംഗ്ഷൻ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഇനി അപ്പോൾ നമ്മൾ ഡിഫറൻസ് കൊടുത്തിരിക്കുകയാണ്. അതായത് സിമിലാരിറ്റീസ് എന്താണ്? ഈ പറഞ്ഞ സെൽ മെംബ്രെയിൻ ആയിക്കോട്ടെ, ന്യൂക്ലിയസ് ആയിക്കോട്ടെ, സൈറ്റോപ്ലാസം ആയിക്കോട്ടെ, മൈറ്റോകോൺട്രിയ ആയിക്കോട്ടെ, എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം, ഇതൊക്കെ എന്താണ്? പ്ലാന്റ് സെല്ലിലും ആനിമൽ സെല്ലിലും സെയിം തന്നെയാണ്, ഒരേപോലെ തന്നെയാണ് സെൽ ഓർഗനൽസ് ഉള്ളത്. പക്ഷേ വ്യത്യാസം എന്നാണ്? സെൽവാളും ക്ലോറോപ്ലാസ്റ്റും പ്ലാന്റ് സെല്ലിൽ ഉണ്ട്, പക്ഷേ ആനിമൽ സെല്ലിൽ അതില്ല. ഓക്കെ അല്ലേ? ഇനി ഡൈവേഴ്സിറ്റി എമംഗ് ദ സെൽ, കോശങ്ങളിലെ വൈവിധ്യം,
അതായത് നമ്മൾ പറഞ്ഞിരുന്ന നമ്മുടെ ശരീരത്തിൽ എന്താണ് ഒരുപാട് കോശങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ എല്ലാ കോശങ്ങളും എന്താണ് ഒരുപോലെയല്ല. അതായത് മനുഷ്യ ശരീരം, ഇപ്പം നമ്മുടെ കേസ് എടുക്കുകയാണെങ്കിൽ മനുഷ്യ ശരീരത്തിൽ വ്യത്യസ്ത തരത്തിലുള്ള കോശങ്ങൾ കൊണ്ടിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഏകദേശം എന്താണ് നമുക്കൊരു 200ഓളം ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കോശങ്ങൾ അല്ലെങ്കിൽ സെൽസുകൾ നമ്മുടെ ശരീരത്തുണ്ട്. ഓക്കെ, അപ്പോൾ അതാ എല്ലാം ഒരുപോലെ അല്ല ഇരിക്കുന്നത്. വ്യത്യസ്ത തരത്തിലുള്ള 200 ടൈപ്പോളം കോശങ്ങൾ വെച്ചിട്ടാണ് അല്ലെങ്കിൽ സെൽസ് വെച്ചിട്ടാണ് നമ്മുടെ ബോഡി നിർമ്മിച്ചിരിക്കുന്നത്. അതാണ് കൊടുത്തിരിക്കുന്നത്. ദ ഹ്യൂമൻ ബോഡി ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സെൽസ്. അതായത് മനുഷ്യ ശരീരം വ്യത്യസ്ത തരത്തിലുള്ള കോശങ്ങളാൽ നിർമ്മിതമാണ്. അതായത് എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് ആരൊക്കെയാണെന്ന് അറിയാമോ? നെർവ് സെല്ല്, നാഡീകോശം, ബ്ലഡ് സെല്ല്, രക്തകോശം, മസിൽ സെല്ല്, പേശികോശം, ഇവയൊക്കെയാണ് ഉദാഹരണം. ഇത് 3 മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ എന്ന് കരുതി എൻ്റെ കുഞ്ഞുമക്കൾ വിചാരിക്കരുത് 3 സെൽസുകൾ മാത്രമേ ഉള്ളൂ, 3 ടൈപ്പ് സെൽസ് ആണ് മനുഷ്യ ശരീരത്തുള്ളത്. നല്ലടാ, കുറേ അധികം ഉണ്ട്. പക്ഷെ നിങ്ങൾ 6ാം ക്ലാസ് ആയതുകൊണ്ട് 3 സെൽസിൻ്റെ പേര് മാത്രം, 3 ടൈപ്പ് സെൽസിൻ്റെ പേര് മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. പക്ഷെ എന്താണ്, നമ്മുടെ ശരീരത്തിൽ 200ഓളം ടൈപ്പ് സെൽസുകൾ ഉണ്ട്. അവയെക്കൂടി കൂടിയിട്ട് എന്താണ് ഈ പറഞ്ഞ പോലെ മില്യൺസ് ഓഫ് സെൽസുകൾ നമ്മുടെ ബോഡിയിലുണ്ടെന്ന് പറയാം. ഓക്കെ, ഇനി ഓരോ സെൽസുകളും ചെയ്യുന്നത് ഓരോരോ ജോലികളാണ്. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ, അതായത് പലതരത്തിലുള്ള സെൽസുകൾ വെച്ചിട്ടാണ് നമ്മുടെ ബോഡി നിർമ്മിച്ചിരിക്കുന്നത്. എല്ലാവരും ഒരു ജോലിയല്ല ചെയ്യുന്നത്, പലതരത്തിലുള്ള ജോലി, പല ഫംഗ്ഷൻസ് ആണ്, പല ധർമ്മങ്ങളാണ് അത് നിർവഹിക്കുന്നത് കേട്ടോ. അതാണ് കൊടുത്തിരിക്കുന്നത്. അതായത് 200ഓളം വ്യത്യസ്ത തരം കോശങ്ങൾ നമുക്കുണ്ടെങ്കിലും ഇവയുടെ ധർമ്മങ്ങൾ എന്താണ് ഒരുപോലെയല്ല. ആകൃതിയിലും അതുപോലെ ഈ പറയുന്ന ഫംഗ്ഷൻസിലൊക്കെ ആയാലും അല്ലെങ്കിൽ ധർമ്മങ്ങളൊക്കെ ആണെങ്കിൽ ഇവ തമ്മിൽ വ്യത്യസ്തതയുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് പഠിക്കാനുള്ള 3 സെൽസുകളാണ്. ബ്ലഡ് സെൽസ് ഉണ്ട്, നെർവ് സെൽസ് ഉണ്ട്, മസിൽ സെൽ ഉണ്ട്. അപ്പോൾ മക്കളെ ഈ പടം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കട്ടെ. ഈ ഒരു പോപ്പിൻസ് പോലെ ഇരിക്കുന്നത് എന്താണ്? ബ്ലഡ് സെല്ലാണ്. അപ്പുറത്ത് കണ്ടോ, അപ്പുറത്ത് ഒരു പട്ടം പോലെ ഇരിക്കുന്നത് എന്താ? നെർവ് സെൽസ് ആണ്, അല്ലെ നാഡീകോശങ്ങളാണ്. ഇനി ഇപ്പുറത്ത് കണ്ടോ, അത് ഇതുപോലെ ഒരു കുറേ കളറല്ല ഒരു വേവ് പോലെ കാണുന്നത് അതെന്താണ്? മസിൽ സെല്ലാണ്, അല്ലെങ്കിൽ പേശികോശമാണെന്ന് പറയാം കേട്ടോ. പേശികോശങ്ങൾ. ഓക്കെ അല്ലേ? രക്തകോശം, നാഡീകോശം, പേശികോശങ്ങൾ. നോട്ട് ചെയ്ത് വെച്ചേക്കാം പടം. ചിലപ്പോൾ പടം തന്നിട്ടൊക്കെ ആയിരിക്കാം ക്വസ്റ്റ്യൻ വരുന്നത്. ഇനി ടിഷ്യൂസ്, അതായത് മക്കളെ ഈ ഒരു സെല്ലിനെ നമ്മൾ കോശം അല്ലെങ്കിൽ സെൽസ് എന്ന് വിളിക്കുന്നു. അപ്പോൾ ഒരു കൂട്ടം കോശത്തിനെ, അതായത് ഒരേ ആകൃതിയിലുള്ള ഒരേ ജോലി ചെയ്യുന്ന ആ കൂട്ടം സെൽസിനെ വിളിക്കുന്ന പേരാണ് ടിഷ്യൂ അഥവാ കലകൾ എന്ന് പറയുന്നത്. ഒരു പ്രാവശ്യം കൂടെ മിസ് പറയാം, ശ്രദ്ധിച്ചിരിക്കുക. ഇതൊരു സെല്ലാണെന്ന് കരുതുക. ഇതുപോലെ ഇരിക്കുന്ന ഒരേ ആകൃതിയിലുള്ള സെൽസിന്റെ കൂട്ടത്തിനെ വിളിക്കുന്ന പേരാണ് എന്താ? ടിഷ്യൂ. നിങ്ങൾക്ക് ഇത് മുന്തിരിക്കൊലയായിട്ടൊക്കെ തോന്നിയേക്കാം. അപ്പോൾ ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്? ടിഷ്യൂ അഥവാ കലകൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതാണ് സെൽസ് ദാറ്റ് ആർ സിമിലർ ഇൻ ഷേപ്പ് പെർഫോം ദ സെയിം ഫംഗ്ഷൻ ആർ കളക്റ്റീവ്ലി കോൾഡ് ടിഷ്യൂസ്. അതായത് സമാനമായിട്ടുള്ള ആകൃതിയും ഒരേ ധർമ്മം, ഒരേ ഫംഗ്ഷൻ നിർവഹിക്കുന്നതുമായിട്ടുള്ള കോശങ്ങളുടെ കൂട്ടത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കലകൾ അഥവാ ടിഷ്യൂ എന്ന് വിളിക്കുന്നത്. ഈ ടിഷ്യൂസും എന്താണ്? ഡിഫറെൻറ്റ് ടൈപ്പ് ഉണ്ട്. നിങ്ങൾക്ക് അത് 3 ടൈപ്പ് പഠിക്കാണ്ട് ആദ്യം നിങ്ങൾ പഠിക്കുന്നതാണ് എപ്പിത്തീലിയൽ ടിഷ്യൂ. എപ്പിത്തീലിയൽ ടിഷ്യൂ എന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിലിടാ, നമ്മുടെ ഇവിടെയൊക്കെ കണ്ടേ, ഈ സ്കിന്നിലുള്ള ടിഷ്യൂസിനെ വിളിക്കുന്ന പേരാണ് എപ്പിത്തീലിയൽ ടിഷ്യൂ അഥവാ ആവരണ കലകൾ എന്നാണ് മലയാളത്തിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്കിന്നിലുള്ള ടിഷ്യൂ ഏതാണ്? എപ്പിത്തീലിയൽ ടിഷ്യൂ ആണ്, അല്ലെങ്കിൽ ആവരണ കലകളാണ് നമ്മുടെ സ്കിന്നിലുള്ളത്. അപ്പോൾ എന്തായിരിക്കും ജോലി? നമ്മുടെ സ്കിന്നിലുള്ള ടിഷ്യൂവിൻ്റെ പേര് എപ്പിത്തീലിയൽ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫംഗ്ഷൻ എന്തായിരിക്കും? അതിൻ്റെ ധർമ്മം എന്തായിരിക്കും? സ്കിൻ എന്തിനു വേണ്ടിയിട്ടാണ്? പ്രൊട്ടക്ഷൻ അല്ലേ? നമ്മുടെ ബോഡീനെ കവർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സ്കിന്നുള്ളത്. അപ്പോൾ എപ്പിത്തീലിയൽ ടിഷ്യൂൻ്റെ അല്ല ആവരണ കലയുടെ ജോലി അല്ലെങ്കിൽ ധർമ്മം എന്ത് തന്നെയാണ്? ശരീരത്തിനെ, അല്ലെ ജന്തുക്കളുടെ ശരീരത്തിനെ, അല്ലെ ആനിമൽസ് എന്ന് പറയുന്നത് നമ്മൾ ഉൾപ്പെടെ ഉണ്ട് കേട്ടോ. ഇവരുടെയൊക്കെ ശരീരം പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ കവർ ചെയ്യുന്ന, പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ടിഷ്യൂ ആണ് എന്ത്? എപ്പിത്തീലിയൽ ടിഷ്യൂ എന്ന് പറയുന്ന എക്സാമ്പിൾ എന്താണ്? സ്കിന്നാണ് കേട്ടോ. ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ള ടിഷ്യൂ ആണ് നെർവസ് ടിഷ്യൂ. 3 ടിഷ്യൂസിനെ കുറിച്ച് പഠിക്കാനും. നെർവസ് ടിഷ്യൂ ഉണ്ട്, മസ്കുലർ ടിഷ്യൂസ് ഉണ്ട്. നെർവസ് ടിഷ്യൂ എന്ന് വെച്ചാൽ എന്താണ്? നെർവ് സെല്ലുകൾ കൂടിച്ചേർന്നതാണ് നെർവസ് ടിഷ്യൂ എന്ന് പറയുന്നത്. ഇനി മസ്കുലർ ടിഷ്യൂ എന്ന് വെച്ചാൽ എന്താ? മസിൽ സെൽസുകൾ കൂടിച്ചേർന്നതാണ് മസ്കുലർ ടിഷ്യൂ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ ഒരെണ്ണത്തിന് മാത്രമേ ഫംഗ്ഷൻ പഠിക്കാനുള്ളൂ. അത് ഇതിൻ്റെയാണ്? എപ്പിത്തീലിയൽ ടിഷ്യൂവിനാണ്. എപ്പിത്തീലിയൽ ടിഷ്യൂ എന്ത് ചെയ്യുന്നുണ്ട്? സ്കിന്നാണ് നമ്മുടെ ശരീരത്തിനെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നുണ്ട്. ഇനി രണ്ടാമത് പഠിക്കാനുള്ളത് ഏതൊക്കെയാണ്? നെർവസ് ടിഷ്യൂ ആണ്, അതുപോലെ മസ്കുലർ ടിഷ്യൂ ആണ്. നെർവസ് ടിഷ്യൂ എന്ന് വെച്ചാൽ എന്താണ്? നെർവസ് സെല്ലുകൾ അല്ലെങ്കിൽ നാഡീകോശങ്ങൾ കൂടിച്ചേർന്നാണ് നാഡീകലകൾ എന്ന് വിളിക്കുന്നത്. മസ്കുലർ ടിഷ്യൂ എന്ന് വെച്ചാൽ എന്താണ്? മസിൽ സെൽസുകൾ കൂടിച്ചേർന്നാണ് മസ്കുലർ ടിഷ്യൂ, അല്ലെങ്കിൽ പേശി കോശങ്ങൾ കൂടിച്ചേർന്നാണ് പേശി കലകൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ അല്ലേ? അങ്ങനെ പലതരത്തിലുള്ള കലകൾ അല്ലെ പലതരത്തിലുള്ള കോശങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ട്. 200ഓളം ടൈപ്സ് ഉണ്ട്. പക്ഷെ നമുക്ക് എത്രയാണ്? 3 ടൈപ്സ് മാത്രമേ പഠിക്കാനുള്ളൂ. ഓക്കെ അല്ലേടാ? അപ്പോൾ ഇതാണ് എപ്പിത്തീലിയൽ ടിഷ്യൂ കേട്ടോ. കണ്ടോ, ഇതുപോലെ പൊട്ട് പോലെ ഇരിക്കുന്നതാണ് എപ്പിത്തീലിയൽ ടിഷ്യൂ. ഇതുപോലെ മറ്റേ എന്താണ് ഇടിമിന്നലേറ്റ് പോലെ ഇരിക്കുന്നത് അതാണ് നെർവസ് ടിഷ്യൂ. അല്ലെങ്കിൽ എന്താണ് എട്ടുകാലിയുടെ കൂടില്ലേടാ, അതിൻ്റെ വല പോലെ ഇരിക്കുന്നത് അതാണ് നെർവസ് ടിഷ്യൂ. ഇതുപോലെ കൊഴലപ്പം പോലെ ഇരിക്കുന്നതാണ് മസ്കുലർ ടിഷ്യൂ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ആവരണ കലകൾ എന്ന് വെച്ചാൽ ഇതുപോലെ പൊട്ട് തൊട്ട പോലെ ഇരിക്കുന്നത്, പിന്നെ ഈ പറഞ്ഞ പോലെ ചിലന്തിയുടെ വല പോലെ ഇരിക്കുന്ന നാഡീകലകൾ, കുഴലപ്പം പോലെ ഇരിക്കുന്നത് പേശികലകൾ. ഓക്കെ അല്ലേ? അപ്പോൾ പടം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഞാൻ ഈ കുഴലപ്പം എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, ഇനി ഓർഗൻ സിസ്റ്റം അല്ലെങ്കിൽ അവയവവ്യവസ്ഥ. നമ്മൾ പറഞ്ഞു സെൽസ് അഥവാ കോശം കൂടി ചേർന്ന് എന്തുണ്ടാവുന്നുണ്ട്?
ടിഷ്യൂ ഉണ്ടാകുന്നുണ്ട്, അല്ലെങ്കിൽ കലകൾ ഉണ്ടാകുന്നുണ്ട്. ഇനി ഈ കലകൾ കൂടി ചേർന്നിട്ട് അല്ലെങ്കിൽ ടിഷ്യൂ കൂടി ചേർന്നിട്ട് എന്തുണ്ടാകുന്നുള്ളൂ? ഓർഗൻസ് ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, ഓർഗൻസ് ഉണ്ടാകുന്നുണ്ട്. ഈ ഓർഗൻസ് കൂടി ചേർന്നിട്ടാണ് അവയവ വ്യവസ്ഥ അല്ലെങ്കിൽ എന്താണ് ഈ പറഞ്ഞ ഓർഗൻ സിസ്റ്റം ഉണ്ടാകുന്നത്. കുറച്ചും കൂടി എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ ഈ ടിഷ്യൂ, ഓക്കെ, ടിഷ്യൂ അഥവാ ഈ സെൽ അഥവാ കോശം അത് കൂടി ചേർന്ന് എന്തുണ്ടാവുന്നു? ടിഷ്യൂ ഉണ്ടാവുന്നു. ഇനി ടിഷ്യൂ അഥവാ കലകൾ കൂടി ചേർന്ന് എന്തുണ്ടാവുന്നുണ്ട്? ഓർഗൻസ്. അത് ഹാർട്ട് ആയിക്കോട്ടെ, നമ്മുടെ ശ്വാസകോശം ആയിക്കോട്ടെ, അങ്ങനെയുള്ള ഭാഗങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇനി ആ ഭാഗങ്ങളൊക്കെ കൂടി ചേർന്നിട്ട് എന്തുണ്ടാവുന്നു? ഓർഗൻ സിസ്റ്റം അല്ലെങ്കിൽ അവയവ വ്യവസ്ഥ ഉണ്ടാവുന്നു. കണ്ടോ? സെൽസ്, കോശങ്ങൾ കൂടി ചേർന്ന് എന്തുണ്ടാവുന്നു? ടിഷ്യൂ ഉണ്ടാവുന്നു. ഓക്കെ, ടിഷ്യൂ കൂടി ചേർന്ന് എന്തുണ്ടാവുന്നു? ഓർഗൻസ് ഉണ്ടാവുന്നു. ലിവർ ഉണ്ടാവുന്നു, ശ്വാസകോശം ലങ്സ് ഉണ്ടാവുന്നു, ബ്രെയിൻ ഉണ്ടാവുന്നു, ഹാർട്ട് ഉണ്ടാവുന്നു, കിഡ്നി ഉണ്ടാവുന്നു, സ്റ്റൊമക്ക് ഉണ്ടാവുന്നു, സ്മോൾ ഇൻഡസ്റ്റൈൻ, ലാർജ് ഇൻഡസ്റ്റൈൻ, ചെറുകുടല്, വൻകുടല്, അതുപോലെയുള്ള എല്ലാ ഭാഗങ്ങളും ഉണ്ടാവുന്നുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ഓർഗൻസ്, സെൽസ് കൂടി ചേർന്ന് ടിഷ്യൂ ഉണ്ടാവുന്നു, ടിഷ്യൂ കൂടി ചേർന്ന് ഓർഗൻസ് ഉണ്ടാവുന്നു, ഓർഗൻസ് കൂടി ചേർന്ന് ഓർഗൻ സിസ്റ്റം ഉണ്ടാവും. ഓക്കെ, ഓർഗൻ സിസ്റ്റം, അവയവ വ്യവസ്ഥ ഉണ്ടാകുന്നു. നമ്മുടെ ശരീരത്തിൽ പലതരത്തിലുള്ള അവയവ വ്യവസ്ഥ, സർക്കുലേറ്ററി സിസ്റ്റം ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ റെസ്പിറേറ്ററി സിസ്റ്റം ഉണ്ട്, എക്സ്ക്രീറ്ററി സിസ്റ്റം ഉണ്ട്. അതായത് നമ്മുടെ ബ്രീത്തിങ്ങിന് സഹായിക്കുന്ന, ശ്വസനത്തിന് സഹായിക്കുന്ന റെസ്പിറേറ്ററി സിസ്റ്റം എന്ന് പറയുന്നു. നമ്മുടെ ബോഡിയിലുള്ള വേസ്റ്റുകളൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് എക്സ്ക്രീറ്ററി സിസ്റ്റം എന്ന് പറയുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ ഹയർ ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഓർഗൻ സിസ്റ്റം എന്ന് മാത്രം പഠിച്ചാൽ മതി. ഓർഗൻസ് കൂടി ചേർന്ന് ഓർഗൻ സിസ്റ്റം, അല്ല അവയവങ്ങൾ കൂടി ചേർന്നിട്ട് അവയവ വ്യവസ്ഥ ഉണ്ടാകുന്നു. എന്നിട്ട് അതെന്തായിട്ട് മാറുന്നു? ഓർഗാനിസം ആയിട്ട് മാറുന്നു, അല്ലെങ്കിൽ ജീവിയായിട്ട് മാറുന്നു. അതാണ് കൊടുത്തിരിക്കുന്നത്. കോശങ്ങൾ കൂടി ചേർന്ന് കലകൾ ഉണ്ടാവും, കലകൾ കൂടി ചേർന്ന് അവയവങ്ങൾ ഉണ്ടാവുന്നു, അവയവങ്ങൾ കൂടി ചേർന്ന് അവയവ വ്യവസ്ഥ ഉണ്ടാവുന്നു, അവയവ വ്യവസ്ഥകൾ കൂടി ചേർന്ന് ജീവികൾ ഉണ്ടാവും. ഇതാണ് ഫ്ലോ ചാർട്ട്. മക്കളെ, ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്ക്. ഇത് സാധാരണയായിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ. ഇങ്ങനെ ഒരു ഡാഷ് ഇട്ടിട്ട് അത് ഫില്ല് ചെയ്യാനായിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഫസ്റ്റ് എന്താണ്? സെൽസ് കൂടി ചേർന്ന് എന്തുണ്ടാവുന്നു? ടിഷ്യൂ ഉണ്ടാവുന്നു. ഓക്കെ, ടിഷ്യൂ, കോശങ്ങൾ കൂടി ചേർന്ന് കലകൾ ഉണ്ടാവുന്നു. ഇനി ടിഷ്യൂസ് കൂടി ചേർന്ന് എന്തുണ്ടാവുന്നു? ഓർഗൻ സിസ്റ്റം ഉണ്ടാവുന്നു, അല്ല അവയവങ്ങൾ ഉണ്ടാകുന്നു. ഇനി അവയവങ്ങൾ കൂടി ചേർന്ന് ടിഷ്യൂസ് കൂടി ചേർന്ന് ഓർഗൻ ഉണ്ടാവുന്നു, അല്ലെ അവയവങ്ങൾ ഉണ്ടാവുന്നു. അവയവങ്ങൾ കൂടി ചേർന്ന് ഓർഗൻ സിസ്റ്റം ഉണ്ടാവുന്നു. ഓർഗൻ സിസ്റ്റം കൂടി ചേർന്ന് എന്തുണ്ടാവുന്നു? ഓർഗാനിസം ഉണ്ടാവുന്നു, അല്ലെങ്കിൽ ജീവി ഉണ്ടാവുന്നു. ഈ ഫ്ലോ ചാർട്ട് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കെ. സാധാരണയായിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ. ഫ്ലോ ചാർട്ട് തന്നിട്ട് വിട്ടുപോയ ഭാഗങ്ങൾ പൂരിപ്പിക്കാനാണ് ചോദിക്കാറ്. അപ്പോൾ മക്കളെ, ഈ ചാപ്റ്റർ ഇവിടെ വരെയുള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്ററാണ്, വളരെ കുറച്ചേ പഠിക്കാനുള്ളൂ. അപ്പോൾ മിസ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്തിട്ട് വേണം എക്സാമിന് പോകാനായിട്ട്. അപ്പോൾ അടുത്ത വീഡിയോ കാണും വരെ ടാറ്റാ ബൈ, സീ യു.